കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 4.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 4.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, 75 92 93 96 16. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹലോ എവ്രിവൺ, ഇഗ്നോ മുൻകാല ചോദ്യപേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസിലേക്ക് സ്വാഗതം. BPSC 101 BA പൊളിറ്റിക്കൽ സയൻസിന്റെ പെർസ്പെക്ടീവ്സ് ഓൺ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന പേപ്പറിന്റെ അനാലിസിസ് ആണ്. അപ്പം ടേം ആൻഡ് എക്സാമിനേഷന് വേണ്ടി ഏതൊക്കെ ടോപ്പിക്സ് കൂടുതൽ ഫോക്കസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാം എന്ന് നോക്കാം. സോ ഫസ്റ്റിലെ സിലബസ് മാപ്പിംഗ് ഉണ്ട്. ഓരോ സിലബസ് ബ്ലോക്ക് ആൻഡ് യൂണിറ്റ് വൈസ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ഏതൊക്കെ ടോപ്പിക്സ് ആണ് കൂടുതൽ പ്രീവിയസ് ഇയറിൽ വന്നേക്കുന്നത് എന്നൊക്കെ നോക്കുന്നുണ്ട്. എക്സാം പാറ്റേൺ അനാലിസിസ്, ഏത് ഫോർമാറ്റിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, എത്ര മാർക്സ് ഓരോ ഇതിനും വരുന്നുണ്ട് എന്ന ഓരോ ടോപ്പിക്സ്, അതായത് ഓരോ പാറ്റേൺ വരുന്നുണ്ട് എന്ന് നോക്കുന്നു. ദെൻ റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ, ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് വന്നേക്കുന്ന ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് ഏതാണെന്നും അതിന്റെ ബേസിൽ ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻസ് 2025 വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് നോക്കുന്നുണ്ട്. ദെൻ ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഒരു മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പർ, ദെൻ മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീംസ് ആണുള്ളത്. അപ്പൊ മെത്തഡോളജി കോൾ ഔട്ട് എന്ന് പറയുമ്പോൾ ഈ ടേം ആൻഡ് എക്സാമിനേഷൻ പേപ്പേഴ്സ് നമ്മൾ എഴുതും, അറ്റൻഡ് ചെയ്യും. പേപ്പർ അറ്റൻഡ് ചെയ്യുമ്പോൾ പ്രീവിയസ് ഇയർ ടേം ആൻഡ് എക്സാമിനേഷൻ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുമല്ലോ. സോ അതാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്ന മെത്തഡോളജി എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് സിലബസ് മാപ്പിംഗ് നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ബ്ലോക്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് ബ്ലോക്ക്, ദെൻ ഫോർത്ത് ബ്ലോക്ക് ആണ്. അതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചു വരുന്നത്. ഇതിപ്പോ അനലൈസ് ചെയ്തേക്കുന്നത് ജൂൺ 2022 തൊട്ട് ഡിസംബർ 2024 ബേസിലാണ്. അത്രയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന്റെ ബേസിലാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ബ്ലോക്കിൽ നിന്നാണ് ചോദിക്കുന്നത് എന്ന് അനലൈസ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇനി ഓരോ ടോപ്പിക്സ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് മീനിങ്, നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പിന്നെ പബ്ലിക് വേഴ്സസ് പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷൻ. ഇത് രണ്ടും അത്യാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഫസ്റ്റ് മീനിങ്, നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ 6 തവണ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മീഡിയം റെലവൻസ് കൊടുക്കാം. പബ്ലിക് വേഴ്സസ് പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷൻ 4 തവണയാണ്. ഒരു ലോ റെലവൻസ് ആണ്, എന്നാലും ഇമ്പോർട്ടന്റ് ആണ്. ദെൻ സെക്കൻഡ് യൂണിറ്റിലെ പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്, ടൈലറിന്റെ സയന്റിഫിക് മാനേജ്മെന്റിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. 4 തവണ ലോ റെലവൻസിൽ കൊടുക്കാം. ഫസ്റ്റിൽ നമ്മൾ ഹൈ ആൻഡ് മീഡിയം ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കണം, എന്നിട്ട് നമുക്ക് ലോ റെലവൻസ് ടോപ്പിക് കൊടുക്കാം. ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് സ്കൂൾ 5 ഉണ്ട്, അത് 5 തവണ ചോദിച്ചിട്ടുണ്ട്. നേച്ചർ ആൻഡ് ബ്യൂറോക്രസി, വെബറിന്റെയും മറ്റു ആൾക്കാരുടെയും അത് തിയറി ബേസ്ഡ് ആയിട്ടുള്ള നേച്ചർ ഓഫ് ബ്യൂറോക്രസി 6 തവണ ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്, മീഡിയം ലെവൽ റെലവൻസ് കൊടുക്കാം. പ്രീ ഓർ പോസ്റ്റ് വെബേറിയൻ നറേറ്റീവ്സ് 5 തവണ ചോദിച്ചിട്ടുണ്ട്, ഒരു മീഡിയം റെലവൻസ് കൊടുക്കാം. ദെൻ മായോ ഉണ്ട്, ഹ്യൂമൻ റിലേഷൻ സ്റ്റഡീസ് 2 തവണ ചോദിച്ചിട്ടുള്ളൂ, ഒരു ലോ റെലവൻസ് കൊടുക്കാം. ദെൻ മോഡൽസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് 6 തവണ ചോദിച്ചിട്ടുണ്ട്, ഒരു മീഡിയം റെലവൻറ്റ് ടോപ്പിക് ആണ്. ചെസ്റ്റർ ബാർനാർഡ് ആൻഡ് സിസ്റ്റം അപ്രോച്ച് 2 തവണ ചോദിച്ചിട്ടുണ്ട്. പബ്ലിക് പോളിസി അപ്രോച്ച്, ലാസ്വെൽ ഓർ പോളിസി സയൻസ്, അതൊക്കെ ലോ റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ദെൻ ബ്ലോക്ക് 4 വരുന്ന പ്രിസ്മാറ്റിക് സൊസൈറ്റി, റിക്സിന്റെ ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പബ്ലിക് ചോയ്സ് അപ്രോച്ച്, പബ്ലിക് ഇൻട്രസ്റ്റ് അപ്രോച്ച്, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ഇതിൽ പ്രിസ്മാറ്റിക് സൊസൈറ്റി, ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പബ്ലിക് ചോയ്സ് അപ്രോച്ച് ഒരു മീഡിയം റെലവൻസ് വരുന്നു. ദെൻ പബ്ലിക് ഇൻട്രസ്റ്റ് അപ്രോച്ച്, ന്യൂ പബ്ലിക് മാനേജ്മെന്റ് റിഫോംസ് ഒക്കെ ലോ റെലവന്റ് ടോപ്പിക് ആണ്. ഗുഡ് ഗവർണൻസ് ഒരു 6 തവണ ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. ദെൻ പോസ്റ്റ് മോഡേണിസം, ജെൻഡർ ഇൻ അഡ്മിനിസ്ട്രേഷൻ, അതായത് ഫെമിനിസ്റ്റ് ഐഡിയോളജിയുടെ ബേസിൽ വരുന്ന ജെൻഡർ ഇൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പോസ്റ്റ് മോഡേണിസം 2, 4 തവണയൊക്കെയാണ് ചോദിച്ചേക്കുന്നത്. ഒരു ലോ റെലവൻസ് കൊടുക്കാം. സോ ഇത്രയാണ് മെയിൻ ആയിട്ട് വരുന്ന ടോപ്പിക്കുകൾ. അപ്പം 4, 5, 6 തവണയായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ. അതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ 2 ഒക്കെ ആകുമ്പോൾ പിന്നെ നമുക്ക് ചോയ്സിൽ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സ് ആണ്. ഒരു ഹീറ്റ് മാപ്പ് ആണ്, ഏറ്റവും ഡാർക്കർ ഷെയ്ഡ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടും മോർ ഫ്രീക്വന്റ് ആയിട്ടും ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഡാർക്കർ ഷെയ്ഡിൽ. അത് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക.
നെക്സ്റ്റ് ടോപ്പ് 3 ഹൈ ഈൽഡ് ടോപ്പിക്സ് ആണ്. ഇപ്പൊ ഫസ്റ്റിലെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ടോപ്പിക് ആണ് മീനിങ്, നേച്ചർ ആൻഡ് ദ സ്കോപ്പ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ഓൾമോസ്റ്റ് എല്ലാ പേപ്പറിലും അപ്പിയർ ചെയ്ത് വരുന്നുണ്ട്. ലോങ് ആൻസറിന്റെ ബേസിലാണ് ചോദിക്കുന്നത് മീനിങ്, നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. നെക്സ്റ്റ് നേച്ചർ ഓഫ് ബ്യൂറോക്രസി, വെബറിന്റെ അല്ലെങ്കിൽ മറ്റ് ആൾട്ടർനേറ്റീവ്സിന്റെ നേച്ചർ ഓഫ് ബ്യൂറോക്രസി ചോദിക്കുന്നുണ്ട്. അതും നല്ല രീതിയിൽ ക്രിട്ടിക്കൽ അല്ലെങ്കിൽ ക്ലാസിക്കൽ പെർസ്പെക്ടീവ്സിലും ഒക്കെ ക്രിട്ടിസൈസ് ചെയ്യാനൊക്കെ ആയിട്ട് ചോദിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഗുഡ് ഗവർണൻസ് ആൻഡ് ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ഇത് രണ്ടും ഈ കണ്ടംപററി ഡെവലപ്മെന്റ്സിന്റെ ബേസിൽ ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അതായത് കണ്ടംപററി പൊളിറ്റിക്സിൽ അല്ലെങ്കിൽ എന്തൊക്കെ ലീഗൽ റിഫോംസ് ആണ് നടന്നേക്കുന്നത് അതിന്റെ ബേസിൽ അനലൈസ് ചെയ്ത് എഴുതാവുന്ന ക്വസ്റ്റ്യൻ ആണ് ഗുഡ് ഗവർണൻസ് ആൻഡ് ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. സോ ടോപ്പ് 3 ടോപ്പിക്സ് എന്ന് പറയുന്നത് മീനിങ്, നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ദെൻ നേച്ചർ ഓഫ് ബ്യൂറോക്രസി, ദെൻ ഗുഡ് ഗവർണൻസ് ആൻഡ് ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ഇനി എക്സാം പാറ്റേൺ അനാലിസിസ് നോക്കുമ്പോൾ എസ്സേ ടൈപ്സ് ആണ് ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ളത്. പിന്നെ ഷോർട്ട് നോട്ടും തീമാറ്റിക് കമ്പാരിസൺ ഓർ അനാലിസിസ്, ഡെഫിനിഷൻ ഓർ എക്സ്പ്ലനേഷൻ, ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. പക്ഷെ MCQ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് കേസ് സ്റ്റഡി ഒന്നും ചോദിക്കാറേ ഇല്ല. മീൻസ് കഴിഞ്ഞ 6 സെഷൻ നോക്കുവാണെങ്കിൽ ഇതിനകത്തൊന്നും ഈ കേസ് സ്റ്റഡി ഒന്നും വന്നിട്ടില്ല. ചിലപ്പോൾ ക്വസ്റ്റിനകത്ത് എന്തെങ്കിലും ഒരു കേസ് സ്റ്റഡി തന്നിട്ട് അത് അനലൈസ് ചെയ്ത് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ലെവലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. പക്ഷെ ഡേറ്റ തന്നിട്ട് അങ്ങനെയുള്ള ന്യൂമറിക്കൽ സംഭവങ്ങൾ ചോദിക്കാം, അല്ലാതെ ഡയറക്റ്റ് ഉള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല. സോ ടിപ്പിക്കൽ മാർക്ക് റേഞ്ച് നോക്കുവാണെങ്കിൽ എസ്സേ ടൈപ്സിന് 20 മാർക്സ് ആണ്. ഒരു 350 to 450 വേർഡ്സിനുള്ളിൽ എഴുതാം. ഷോർട്ട് നോട്ട് 10 മാർക്സ്, തീമാറ്റിക് കമ്പാരിസൺ ഓർ അനാലിസിസ് 20 മാർക്സ് ആണ്. ഡെഫിനിഷനും എക്സ്പ്ലനേഷനും 10 അല്ലെങ്കിൽ 20 ആയിട്ടും ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇനി എസ്സേ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നല്ല ഡീപ്പായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ക്രിട്ടിക്കൽ അനാലിസിസ് 20 മാർക്സ് വർക്ക്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, മീൻസ് അങ്ങനെ ആർഗ്യുമെന്റ് ചെയ്ത് എഴുതേണ്ട അതാണ്. ഡിസ്കസ് ദ നേച്ചർ ആൻഡ് ദ സ്കോപ്പ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ഇതൊക്കെ അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് വരുന്നുണ്ട്. ദെൻ തീമാറ്റിക് കമ്പാരിസൺ ഓർ അനാലിസിസ്, അതെന്ന് പറയുമ്പോൾ കമ്പയർ ചെയ്യുക അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. ക്രിട്ടിക്കലി എക്സാമിൻ ചെയ്യേണ്ട 2 എണ്ണം തരും, അതിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാം. ഇപ്പൊ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷൻ കമ്പയർ ചെയ്യാം, അതുപോലെ തന്നെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാം. അങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻ ആണ് തീമാറ്റിക് കമ്പാരിസൺ ഓർ അനാലിസിസ്. അതും 20 മാർക്സിന് തന്നെയായിരിക്കും, ഒരു 350 to 400 വേർഡ്സിൽ. ഇനി ഷോർട്ട് നോട്ട് എന്ന് പറയുമ്പോൾ കൺസൈസ് ആയിട്ട് ആ ഒരു സ്പെസിഫിക് ടോപ്പിക് ബേസ്ഡ് എഴുതാനായിട്ടായിരിക്കും. ഇപ്പൊ ഡ്രോസ് ഒപ്റ്റിമൽ മോഡലിനെ പറ്റി ഒരു ഷോർട്ട് നോട്ട് എഴുതുക. അത് എന്താണ് ആ മോഡലിന് കറക്റ്റ് ആയിട്ട് എഴുതുക. 10 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും, ഒരു 150 to 200 വേർഡ്സിൽ നമുക്ക് എഴുതാവുന്നതാണ്. ദെൻ ഡെഫിനിഷൻ ആൻഡ് എക്സ്പ്ലനേഷൻസ്, അപ്പം എന്തെങ്കിലും ഒന്ന് ഡിഫൈൻ ചെയ്യുക, എന്താണ് പബ്ലിക് ഇൻട്രസ്റ്റ്, അതിന്റെ സിഗ്നിഫിക്കൻസ് പറയുക. അങ്ങനെയൊക്കെ ഡിഫൈൻ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ അത് ചിലപ്പോൾ ഷോർട്ട് നോട്ട് പോലെ അതിന്റെ ആ ഒരു കാറ്റഗറിയിൽ ചോദിക്കാം, അല്ലെങ്കിൽ 10 to 20 മാർക്സ് മീൻസ് ഈ 20 മാർക്ക് എസ്സേസ് എന്നുള്ള രീതിയിൽ ചോദിക്കാവുന്നതാണ്. സോ ആ മാർക്ക് അനുസരിച്ച് നമുക്ക് എന്താ 100 to 350 വേർഡ്സിനുള്ളിൽ എഴുതാവുന്നതാണ്. ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ബ്ലോക്ക് വൈസ് നോക്കുവാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബ്ലോക്ക് എന്ന് പറയുന്നത് 4th ബ്ലോക്ക് ആണ്. അതിനാണ് ഇപ്പൊ ടോട്ടൽ പെർസെന്റേജ് 100%-ൽ 29% ക്വസ്റ്റ്യനും ചോദിക്കുന്നത് 4th ബ്ലോക്ക് പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ പെർസ്പെക്ടീവ്. പക്ഷെ ബാക്കി ഒന്നും അൺഇമ്പോർട്ടന്റ് ആണ് എന്നല്ല പറയുന്നത്. ബ്ലോക്ക് 5 കണ്ടംപററി പെർസ്പെക്ടീവ് 25% ഓഫ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. Then conceptual and classical perspective, first block 23%, second block behavioral and system perspective 13%, public policy perspective third block 10% questions. fourth block നമ്മൾ കവർ ചെയ്യുക, then fifth block കവർ ചെയ്യുക, then first block ഈ ഒരു ഓർഡറിൽ മീൻസ് പെർസെന്റേജിന്റെ ആ ഒരു ഓർഡർ ഏറ്റവും കൂടുതൽ പെർസെന്റേജ് ഏതിനാണോ അത് ആദ്യമേ കവർ ചെയ്ത് പോകുക. ഇതിപ്പോ 2022 തൊട്ട് 2024 വരെയുള്ള പേപ്പേഴ്സിന്റെ ബേസിലാണ് വന്നേക്കുന്നത്. ഇനി ഇതൊക്കെ ഈ ഒരു ഗ്രാഫിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് 70% അബോവ് ക്വസ്റ്റ്യൻസും ചോദിക്കുന്നത് എസ്ഐ ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഷോർട്ട് നോട്ട്സ് ഒക്കെ ആണെങ്കിൽ നേരത്തെ ഉള്ളതിനേക്കാൾ ഇമ്പോർട്ടൻസ് ഇപ്പൊ 2024 വന്നപ്പോ അതിന്റെ ആ ഒരു ചോദിക്കുന്നതിന്റെ മീൻസ് ആ ഒരു വെയിറ്റേജ് ഒക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട്. ഷോർട്ട് നോട്ടും തീമാറ്റിക് കമ്പാരിസണും ഡെഫിനേഷനും ഒക്കെ. അപ്പൊ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഏതിനാ കൊടുക്കേണ്ടത്? ഈ എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസിനാണ്. എസ്എ ടൈപ്സ് ആണ് 70 to 80% ചോദിക്കുന്നത്. ഷോർട്ട് നോട്ട് എന്ന് പറഞ്ഞാൽ പണ്ടത്തേനേക്കാൾ കൂടി ഇപ്പൊ സബ് പാർട്സ് ആയിട്ടാണ് ചോദിക്കുന്നത്. പക്ഷെ അത് എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ ആ ഒരു ലെവൽ ഓഫ് വെയിറ്റേജ് കുറഞ്ഞിട്ടുണ്ട്. MCQ കേസ് സ്റ്റഡീസ് ഒന്നും അങ്ങനെ ചോദിക്കാറില്ല. ഇനി പ്രിപ്പറേഷൻ ടിപ്പ് എന്ന് പറയുന്നത് ടൈം മാനേജ്മെന്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്.
ലൈക്ക് 20 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് നമുക്ക് 5 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം. അപ്പൊ അതിനനുസരിച്ചിട്ട് അലോക്കേറ്റ് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. ഒരു ക്വസ്റ്റ്യൻ ഇപ്പം എക്സ്ട്രാ ടൈം കൊടുക്കരുത്. കാരണം ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്ട്രാ ടൈം കൊടുത്ത് നമുക്ക് ഒരുപാട് അറിയായിരിക്കും, പക്ഷെ അത് എഴുതിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. വേറെ ക്വസ്റ്റ്യൻ, അപ്പൊ അതിന് വേറൊരു ക്വസ്റ്റ്യന്റെ സമയമാണ് മിസ്സാകുന്നത്. സോ ടൈം മാനേജ്മെന്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ആസ് എ പ്രിപ്പറേഷൻ ടിപ്പ്. ആൻഡ് ഓരോ ക്വസ്റ്റ്യനും എഴുതുന്നതിന് മുന്നേ തന്നെ ഒന്ന് അനലൈസ് ചെയ്യുക, എന്തൊക്കെ പോയിന്റ്സ് അവിടെ ഇൻക്ലൂഡ് ചെയ്യാം എന്നുള്ള രീതിയിൽ അനലൈസ് ചെയ്തിട്ട് നല്ല രീതിയിൽ എഴുതാൻ നോക്കാം. ഇനി ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ മീനിങ്, നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. മീനിങ്, നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ദെൻ പ്രിൻസിപ്പൽസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. Next one, Henry Fayol's contribution to the classical theory of management. Fourth question, describe the nature of bureaucracy with special reference to Max Weber perspective. So bureaucracy എന്താണ് മാർക്സ് വെബറിന്റെ പെർസ്പെക്ടീവിൽ ചോദിച്ചിട്ടുണ്ട്. Then different models of decision making, features of new public administration, concept and significance of public interest, characteristics of good governance. Discuss the fused, prismatic and diffracted models for developing society. Rexian മോഡലിന്റെ ബേസിൽ fused, prismatic and diffracted മോഡൽസ് ചോദിച്ചിട്ടുണ്ട്. Then meaning and features of public choice approach. ഇതാണ് ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. Meaning, nature and scope of public administration. Then principles of scientific management, Henry Fayol's contribution to the classical theory of management, nature of bureaucracy with respect to Max Weber, then different models of decision making, new public administration, public interest എന്താണ്, public choice approach, meaning and features, good governance എന്താണ്, then fused, prismatic and diffracted models. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് മെയിൻലി ചോദിക്കുന്നത്. ഏതൊക്കെ ബ്ലോക്കുകളാണ്, എത്ര ആവറേജ് മാർക്ക് എന്നുള്ള ആ ഒരു ഡേറ്റ ടേബിൾ ആണിത്. പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി. ദെൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ടോപ്പ് 10 ക്വസ്റ്റ്യൻ ഓൾറെഡി ആൻസേഴ്സ് പ്രിപ്പയർ ചെയ്ത് വെക്കുക ആൻഡ് എഴുതി നോക്കുക. എക്സാമ്പിൾസ് ഒക്കെ എവിടെയൊക്കെയാണ് ആഡ് ചെയ്യാം എന്നുള്ളതും റീസെന്റ് ആയിട്ടുള്ള റിഫോംസ് ഓരോ ക്വസ്റ്റ്യനെ വെച്ച് എക്സാമ്പിൾസ് ആയിട്ട് റിഫോംസ് ഒക്കെ കൊടുക്കുക. അങ്ങനെയൊക്കെ അനലൈസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ എഴുതി പ്രാക്ടീസ് ചെയ്ത് നോക്കുക. 2 തവണയെങ്കിലും ഈ ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻ, മീഡിയം പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസ് ഒക്കെ 2 തവണയെങ്കിലും എഴുതി നോക്കുക. ദെൻ സെൽഫ് അസസ്മെന്റ് ഒക്കെ ചെയ്ത് നോക്കുക മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട്. സോ ഈ ടോപ്പ് 10 ക്വസ്റ്റ്യൻ ആണ് 56% ചോദിച്ച് വരുന്നത്. ബാക്കി 44% ആണ് ബാക്കി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. സോ 56% ഈ ടോപ്പ് 10 ക്വസ്റ്റ്യൻ ആണ്. ഈ ടോപ്പ് 10 ക്വസ്റ്റ്യൻ കൺസിഡർ ചെയ്തേക്കുന്നത് ജൂൺ 2022 തൊട്ട് 2024 ഡിസംബർ 2024 വരെയുള്ള പേപ്പറിന്റെ ബേസിലാണ്. അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ എത്ര തവണ അപ്പിയർ ചെയ്തു എന്നുള്ളത് വെച്ച് നോക്കുമ്പോൾ ഇനി 2025 ജൂണിൽ വരാൻ ചാൻസ് ഉള്ള ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യൻ ആണ് മീനിങ്, നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. 70% ചാൻസ് ഉണ്ട്, ഹൈ ചാൻസ് ആണ്. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ കംപ്ലീറ്റ് ചെയ്യണം ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം. ഇഗ്നോ നൽകി വരുന്ന 36ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ആവശ്യമായുള്ള ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള ഫുൾ സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. ഞങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെയും അതുപോലെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ്. ലേൺവൈസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. Then principles of scientific management, Henry Fayol's contribution, nature of bureaucracy, models of decision making, prismatic society. ഇതൊക്കെ മീഡിയം റെലവൻസ് ആണ്. ഒരു 30, 50, 60% ചാൻസ് ആണ്. അപ്പൊ പ്രിൻസിപ്പൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് 50% ചാൻസ് ഉണ്ട്. പ്രിസ്മാറ്റിക് സൊസൈറ്റിയും 50% ഉണ്ട്. എന്നാൽ നേച്ചർ ഓഫ് ബ്യൂറോക്രസി, മോഡൽസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് 60% ചാൻസ് ഉണ്ട്. ദെൻ ഫീച്ചേഴ്സ് ഓഫ് ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ 50% ചാൻസ്. ഗുഡ് ഗവർണൻസും 50% ചാൻസ് ആണ്. പബ്ലിക് ചോയ്സ് അപ്രോച്ച് ആൻഡ് പബ്ലിക് ഇൻട്രസ്റ്റ് അപ്രോച്ച് 40% ചാൻസ് ആണ്. ഇതൊക്കെ ഒരു മീഡിയം റെലവന്റ് ടോപ്പിക്സ് ആണ്. കഴിഞ്ഞ 10 തവണ നോക്കുവാണെങ്കിൽ ഇപ്പം എത്ര തവണ അപ്പിയർ ചെയ്തു എന്നുള്ളതിന്റെ ബേസിലാണ് ഈ ഒരു പ്രോബബിലിറ്റി വരുന്നത്. ഇപ്പൊ മീനിങ്, നേച്ചർ ആൻഡ് സ്കോപ്പ് ഹൈ റെലവൻസ് ആണ്. 70% എന്ന് പറയുമ്പോൾ 10ൽ 7 തവണ. പ്രിസ്മാറ്റിക് സൊസൈറ്റി 50% ആണെന്ന് പറയുന്നത്
10ൽ 5 തവണ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അതിന്റെ ഒരു ജസ്റ്റിഫിക്കേഷൻ വരുന്നത്. മീൻസ് ആ ഒരു എത്ര തവണ അപ്പിയർ ചെയ്തു എന്നുള്ളതിന്റെ ബേസിൽ. സോ ഹൈ പ്രയോറിറ്റി ടോപ്പിക് ആണ് മീനിങ്, നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ മൈൻഡ് മാപ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ഔട്ട്ലൈൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. സെക്കൻഡ് മീഡിയം പ്രയോറിറ്റി ടോപ്പിക്സിലാണ് സയന്റിഫിക് മാനേജ്മെന്റ്, ഹെൻറി ഫയൽസ് കോൺട്രിബ്യൂഷൻ, നേച്ചർ ഓഫ് ബ്യൂറോക്രസി, അതായത് വെബേറിയൻ ആൻഡ് പോസ്റ്റ് വെബേറിയനും ഉണ്ട്. ആൾട്ടർനേറ്റീവ്സും ചോദിക്കാം. ബ്യൂറോക്രസി ഇപ്പം വെബറിന്റെ ബേസിൽ മാത്രമല്ല, ആൾട്ടർനേറ്റീവ് വെച്ചിട്ടും ബ്യൂറോക്രസിയുടെ ഇത് ചോദിക്കാം. ദെൻ മോഡൽസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്, പ്രിസ്മാറ്റിക് സൊസൈറ്റി, ഫീച്ചേഴ്സ് ഓഫ് ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പബ്ലിക് ചോയ്സ് അപ്രോച്ച്, പബ്ലിക് ഇൻട്രസ്റ്റ് അപ്രോച്ച്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് ഗവർണൻസ്. ഇത്രയാണ് മീഡിയം പ്രോബബിലിറ്റിയിൽ വരുന്നത്. ഫുൾ ലെങ്ത് ആൻസേഴ്സ് ഒക്കെ ടൈമിൽ വെച്ചിട്ട് പ്രിപ്പയർ ചെയ്ത് ഇരിക്കാം. ഇൻ ലോ പ്രയോറിറ്റി ടോപ്പിക്സ് ബാക്കി വരുന്ന ടോപ്പിക്സ് ആണ്. അപ്പൊ അതൊക്കെ ഈ മീഡിയം ആൻഡ് ഹൈ ലെവൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക ആ ടോപ്പിക്സിനൊക്കെ. അത് കഴിഞ്ഞ് ലോ പ്രോബബിലിറ്റിയുടെ ക്വസ്റ്റ്യൻസിന് മീൻസ് ലോ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്, അതായത് ലെസ് ദാൻ 40% ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് വെക്കാം. ഈ ഒരു പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ അറ്റ്ലീസ്റ്റ് 2 സെഷനിനായിട്ട് എടുക്കേണ്ടത്. 100 മാർക്സിനായിരിക്കും 3 hours. So first one, with the help of a table, critically compare the scope, objectives and value orientations of public administration and private administration in contemporary India. Discuss 2 major implications of these differences for governance reforms. So 20 മാർക്സിനുള്ള ഒരു എസ്സേ ക്വസ്റ്റ്യൻ തന്നെയാണ്. കമ്പയർ ചെയ്തും കൂടെ എഴുതാനാണ്. അതിന്റെ കൂടെ തന്നെ എന്താണ് ആ ഒരു 2 ഇംപ്ലിക്കേഷൻസും കൂടെ ഇൻക്ലൂഡ് ചെയ്യണം. ആ ഒരു ഡിഫറൻസസ് കാണിക്കാൻ വേണ്ടിയായിട്ട് പബ്ലിക്കിന്റെയും പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷന്റെ സ്കോപ്പ്, ഒബ്ജക്റ്റീവ്സ്, വാല്യൂ ഓറിയന്റേഷൻ, അത് എന്തിന്റെ ബേസിലാന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഇന്ത്യയുടെ കണ്ടീഷൻ വെച്ചിട്ട് ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടൈലർ സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിളിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. ആൻഡ് എക്സാമിൻ ഹൗ ടൈലർ സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് കുഡ് ബി അഡാപ്റ്റഡ് ഫോർ യൂസ് ഇൻ ഡിജിറ്റൽ എറ ഗവൺമെന്റ് ഓർഗനൈസേഷൻ. Create a table contrasting classical principles with modern e-governance practices and suggest one data-driven reform initiative. So, ടൈലറിന്റെ സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എങ്ങനെ ഈ ഒരു ഡിജിറ്റൽ എറ ഗവൺമെന്റ് ഓർഗനൈസേഷനിൽ അഡാപ്റ്റ് ചെയ്യാം എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്ത് ക്ലാസിക്കൽ പ്രിൻസിപ്പിൾസും ഇപ്പോഴത്തെ ഇ ഗവർണൻസ് തമ്മിൽ കമ്പയർ ചെയ്തൊക്കെ എഴുതാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്, ഫയോൾസ് ആൻഡ് വെബേഴ്സ് തിയറീസ് ആർ ഓഫൺ കൺസിഡർഡ് ഫൗണ്ടേഷണൽ, യെറ്റ് their applications diverge. Present a comparative matrix of Fayol's 14 principles and Weber's bureaucratic features as observed in India's administrative system. Evaluate which elements remain most relevant in the 2020s and why. ഇതൊരു ക്രിട്ടിക്കലി അനലൈസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഫയോളിന്റെയും വെബറിന്റെയും തിയറീസ് നമുക്ക് നന്നായിട്ട് അറിഞ്ഞാൽ മാത്രമേ ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇവരുടെ രണ്ടുപേരുടെയും തിയറീസ് ഫൗണ്ടേഷൻ ആണെങ്കിലും ഇപ്പൊ പോലും ഇപ്പോഴത്തെ ഇന്ത്യൻ ഗവൺമെന്റിലെ കുറെ കാര്യങ്ങളിലാണെങ്കിലും ഇന്ത്യൻ ഓഫീസസിലും അഡ്മിനിസ്ട്രേഷൻ സർവീസസിലും ഒക്കെ നമുക്ക് ഈ ഒരു തിയറി ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്നത് കാണാൻ പറ്റും. അപ്പം അത് ആ ഒരു ഫയോളിന്റെ 14 പ്രിൻസിപ്പിൾസും വെബറിന്റെ ബ്യൂറോക്രാറ്റിക് ഫീച്ചേഴ്സും തമ്മിൽ കമ്പയർ ചെയ്യുക. ആൻഡ് ഓൾസോ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിൽ അത് എങ്ങനെയൊക്കെയാണ് കാണുന്നത്, ആൻഡ് ഇവർ രണ്ടുപേരുടെ ഈ ഒരു തിയററ്റിക്കൽ അപ്രോച്ചിൽ അല്ലെങ്കിൽ ഫൗണ്ടേഷണൽ ബേസിൽ ഏറ്റവും കൂടുതൽ ഇപ്പോഴും 2020s നിൽക്കുന്നത് ഏതാണ്, അത് എന്തുകൊണ്ടാണ്. അപ്പൊ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൽ ആൻസർ ചെയ്യാനുണ്ട്. നല്ല രീതിയിലൊരു കോൺസെപ്റ്റുവൽ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റും. Next, a state health department is facing slow decision making due to procedural delays and ambiguous authority lines. Using models of decision making by Simon, Rodd, Lindblom, analyze the situation and recommend a step-by-step improvement plan. Include a sample workflow diagram to illustrate your approach. So, decision making models ne base ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ 3 പേരുടെ തന്നിട്ടുണ്ട്. അതിന്റെ ബേസിൽ ഒരു സിറ്റുവേഷൻ അനലൈസ് ചെയ്തിട്ട് അതിന് വേണ്ടുന്ന ഒരു ഡിസിഷൻ മേക്കിംഗ് സംഭവമാണ് പറയുന്നത്. ഒരു സ്റ്റെപ്പ് ബൈ ഒരു എക്സാമ്പിൾ പോലെ കൊടുത്ത് ചെയ്യാനാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇംപ്രൂവ്മെന്റ് പ്ലാൻ ഒക്കെ വെച്ചിട്ട് ഒരു വർക്ക് ഫ്ലോ ഡയഗ്രാം ഒക്കെ വെച്ച് നമ്മുടെ ഒരു അപ്രോച്ച് ഇല്ലസ്ട്രേറ്റ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, സ്റ്റേറ്റ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് എന്താണ്, സ്ലോ ഡിസിഷൻ മേക്കിംഗ് ആണ്. അവരുടെ ഡിലേസ് ഒക്കെ ഓരോ പ്രൊസീജിയേഴ്സ് എല്ലാം ഡിലേ ആവുന്നു. അതുപോലെ തന്നെ അതോറിറ്റിയുടെ കുറച്ച് ക്ലിയർ ഒന്നും പ്രസന്റ് ചെയ്യാത്തതൊക്കെ കൊണ്ട് സ്റ്റേറ്റ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് എന്ന ഡിസിഷൻ മേക്കിംഗിൽ സ്ലോ ആണ്. അതെങ്ങനെ ഇവരുടെ ഈ മോഡൽസ് വെച്ച് അനലൈസ് ചെയ്യാം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്, ഡിസ്കസ് വിത്ത് ഡേറ്റ ഓർ എ ഹൈപ്പോത്തറ്റിക്കൽ സിനാരിയോ ഹൗ ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പ്രിൻസിപ്പിൾസ് ക്യാൻ ബി ഇംപ്ലിമെന്റഡ് ടു എൻഹാൻസ് ദ റെസ്പോൺസീവ്നെസ് ഓഫ് ഡിസ്ട്രിക്ട് ലെവൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റീസ് ഡ്യൂറിംഗ് എമർജൻസീസ്. ഐഡന്റിഫൈ 2 പ്രാക്ടിക്കൽ ചാലഞ്ചസ് ആൻഡ് സൊല്യൂഷൻ. അതായത് ഇത് ചോദിച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ന്യൂ
പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പ്രിൻസിപ്പിൾസ് എങ്ങനെ ഡിസ്ട്രിക്ട് ലെവൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റീസിൽ, അത് എമർജൻസിയുടെ സമയത്ത് ഇവിടെ ഈ ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പ്രിൻസിപ്പിൾസ് ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റീസിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. അതൊരു ഡേറ്റ വെച്ചിട്ട് നമുക്ക് പറയാം, അല്ലെങ്കിൽ ഒരു ഹൈപ്പോത്തറ്റിക്കൽ, ഒരു ഇമാജിനറി, ഇപ്പോൾ ഒരു എമർജൻസി ഡിസാസ്റ്റർ വരുന്നു, അത് എങ്ങനെ മാനേജ് ചെയ്യുന്നു ഈ ഒരു പുതിയ പ്രിൻസിപ്പൽ അഡ്മിനിസ്ട്രേഷൻ പ്രിൻസിപ്പിൾസ് വെച്ചിട്ട് എന്നുള്ള ഒരു ഇമാജിനറി സ്റ്റോറിയോ ഡേറ്റാസോ ഒക്കെ വെച്ചിട്ട് നമുക്ക് അനലൈസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ്, given a table showing resource distribution and the public participation scores across 5 districts, apply the Rexian prismatic society model to analyze disparities. Suggest 2 policy recommendations for improving administrative adaptation in such society. So ഒരു 5 ഡിസ്ട്രിക്ട് തന്നിട്ടുണ്ട്. അവരുടെ റിസോഴ്സ് ഇൻഡെക്സ് 0 to 10 ലെവലിലും പാർട്ടിസിപ്പേഷൻ സ്കോർ 0 to 100 ലെവലിലും തന്നിട്ടുണ്ട്. സോ ഓരോന്നും അനലൈസ് ചെയ്തിട്ട് ഈ പ്രിസ്മാറ്റിക് സൊസൈറ്റി മോഡൽ വെച്ചിട്ട് എങ്ങനെ ഇതിൽ മീൻസ് ഈ ഒരു ഡേറ്റയിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി അഡ്മിനിസ്ട്രേറ്റീവ് അഡാപ്റ്റേഷൻസ് ഈ ഓരോ ഡിസ്ട്രിക്റ്റിലും ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ റെക്കമെൻഡേഷൻ, രണ്ടെണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്, 2 പോളിസി റെക്കമെൻഡേഷനും കൊടുക്കണം. Next, using a case scenario of a local government facing a conflict between majority interest and minority rights, critically apply the public choice approach to propose a solution. Draw a simple decision tree diagram for clarity. So, public choice approach in the base ഒരു question ആണ്. അപ്പൊ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അല്ല, ആപ്ലിക്കേഷൻ ലെവലാണ്. ഒരു കേസ് സിനാരിയോ വെച്ചിട്ട് ലോക്കൽ ഗവൺമെന്റിന് ഒരു പ്രശ്നം വരുന്നുണ്ട്, മെജോറിറ്റി ഇൻട്രസ്റ്റ് മൈനോറിറ്റി ഒരു ഇഷ്യൂ വരുന്നുണ്ട്, അതിൽ എങ്ങനെ പബ്ലിക് ചോയ്സ് അപ്രോച്ച് ഒരു സൊല്യൂഷൻ ആയിട്ട് കൊണ്ടുവരാം എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതൊരു ഡിസിഷൻ ട്രീ ഡയഗ്രാം ഒക്കെ വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ്, ഗുഡ് ഗവർണൻസ് ഇസ് നോട്ട് മിയർലി എഫിഷ്യന്റ് മാനേജ്മെന്റ് ബട്ട് ഓൾസോ ഇൻവോൾവ്സ് അക്കൗണ്ടബിലിറ്റി ആൻഡ് ഇൻക്ലൂസീവ്നെസ്. അനലൈസ് ദി സ്റ്റേറ്റ്മെന്റ് യൂസിംഗ് എ പ്രൊവൈഡഡ് ടേബിൾ ഓഫ് സിറ്റിസൺ feedback scores for 5 government schemes. Suggest a scoring system for monitoring progress and recommend one major policy change. So, good governance എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് മാത്രമല്ല, അത് ഹോണസ്റ്റി അല്ലെങ്കിൽ ട്രസ്റ്റ് ആൻഡ് എല്ലാവരും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റും കൂടെയാണ്. അപ്പം ഇതാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ്. ആ സ്റ്റേറ്റ്മെന്റിനെ യൂസ് ചെയ്തിട്ട് എങ്ങനെ സിറ്റിസൺസിന്റെ അതായത് ആൾക്കാരുടെ, പൊതുജനങ്ങളുടെ ഫീഡ്ബാക്ക് ബേസ് ചെയ്തിട്ടാണ് ഒരു 5 ഗവൺമെന്റ് സ്കീം, ചിലപ്പോൾ ഡേറ്റ് തന്നിരിക്കും, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒരു ഗവൺമെന്റ് സ്കീം ഒരു അനലൈസ് ചെയ്തിട്ട് എഴുതാവുന്നതാണ്. ഒരു എങ്ങനെ എത്രമാത്രം ആ ഗവൺമെന്റ് സ്കീമുകൾ എത്രമാത്രം നല്ല രീതിയിൽ വന്നു, അല്ലെങ്കിൽ എന്തൊക്കെ ചേഞ്ചസ് അതിൽ കൊടുക്കാം എന്നൊക്കെ അനലൈസ് ചെയ്ത് എഴുതേണ്ടതാണ്. ഇതാണ്ട് ഡേറ്റ തന്നിട്ടുണ്ട്. സോ സ്കീം ABCDE എന്ന് പറഞ്ഞിട്ട് 5 എണ്ണത്തിന്റെ എഫിഷ്യൻസി സ്കോറും അക്കൗണ്ടബിലിറ്റിയും ഇൻക്ലൂസീവ്നെസ് സ്കോറും തന്നിട്ടുണ്ട്. സോ എഫിഷ്യൻസി മാനേജ്മെന്റ് മാത്രമല്ല ഗുഡ് ഗവർണൻസ് എന്ന് പറയുന്നത്, അക്കൗണ്ടബിലിറ്റിയും ഇൻക്ലൂസീവ്നെസ്സും കൂടെ ആണെന്നല്ലേ ആ ഒരു സ്റ്റേറ്റ്മെന്റ്. അതിന്റെ ബേസിൽ ഈ ഒരു ഓരോ സ്ഥലത്തെയും ഇത് വെച്ചിട്ട് എത്രമാത്രം ചേഞ്ചസ് ആണ്. ഇപ്പം സ്കീം 7 നോക്കുവാണെങ്കിൽ എഫിഷ്യൻസി 7.2 ആണെങ്കിൽ ബിക്കകത്താണെങ്കിൽ അത് കുറച്ചും കൂടെ കുറവാണ്. അപ്പൊ ഓരോ സ്കീമിന്റെ ബേസിൽ അത് ഓരോന്നും എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്, അതുപോലെ തന്നെ എന്തൊക്കെ റെക്കമെൻഡ് ചെയ്യാം, ഒരു മേജർ പോളിസി ചേഞ്ച് റെക്കമെൻഡേഷൻസ് ഒക്കെ ഏതൊക്കെ കൊടുക്കുന്നത് അനലൈസ് ചെയ്ത് എഴുതാനാണ്. Next, public interest is frequently cited but rarely measured. Design a framework for evaluating public interest in the allocation of public parks in urban neighborhoods using at least 3 measurable indicators. Present your framework as a table and briefly explain your rationale. So, ഇവിടെ എന്ന് പറയുമ്പോൾ പബ്ലിക് ഇൻട്രസ്റ്റ് അപ്രോച്ചിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ചോദിച്ചേക്കുന്നത് തന്നെ പബ്ലിക് പാർക്സ്, അർബൻ നൈബർഹുഡ്സിലെ പബ്ലിക് പാർക്സിൽ പബ്ലിക് ഇൻട്രസ്റ്റ് എങ്ങനെ കൊടുക്കാൻ പറ്റും, എല്ലാവരും ഒരു പൊതു താല്പര്യത്തിന്റെ ബേസിൽ എന്തൊക്കെ ആയിരിക്കും അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെ ആയിരിക്കും അത് മെഷർ ചെയ്യുന്നത്. അപ്പൊ അറ്റ്ലീസ്റ്റ് ഒരു 3 മെഷറബിൾ ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണ് എന്ന് വെച്ചിട്ട് അതൊന്ന് ആ ഒരു ഫ്രെയിം വർക്ക് പ്രിപ്പയർ ചെയ്യുക. ആൻഡ് നമ്മുടെ ഫ്രെയിം വർക്കിന് ആ ഒരു ടേബിൾ ഒക്കെ വെക്കണം. അതുപോലെ തന്നെ എന്ത് ലോജിക് ആയിട്ടുള്ള ആ ഒരു റീസൺസും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. സോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണിത്. നെക്സ്റ്റ് 10th ക്വസ്റ്റ്യൻ, മുനിസിപ്പൽ കോർപ്പറേഷൻ ഇസ് കൺസിഡറിംഗ് ഔട്ട്സോഴ്സിംഗ് വേസ്റ്റ് മാനേജ്മെന്റ് ടു എ പ്രൈവറ്റ് എൻറ്റിറ്റി based on the principle of public administration. Outline a comparative cost benefit analysis using a sample data table. Discuss 2 ethical considerations that should inform the decision. So theory and application എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനിൽ വരുന്നതാണ്. ഇതിനകത്താണെങ്കിൽ ചോദിച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഡേറ്റ് തന്നിട്ടുണ്ട്, അതിൽ അപ്പം ഇൻഹൗസും ഔട്ട്സോഴ്സും തന്നിട്ടുണ്ട്. അപ്പം ഈ 2 എണ്ണത്തിലും കോസ്റ്റ് പെർ ഇയറും സിറ്റിസൺ സാറ്റിസ്ഫാക്ഷനും റെഗുലേറ്ററി ഇഷ്യൂസും ഒക്കെ തന്നിട്ടുണ്ട്. അപ്പൊ അത് രണ്ടും കൂടെ അനലൈസ് ചെയ്ത് എഴുതാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ഫസ്റ്റ് നോക്കുവാണെങ്കിൽ ഇപ്പം ഇൻഹൗസ് ബെനിഫിറ്റ്സ് ആണെങ്കിൽ സാറ്റിസ്ഫിക്കേഷൻ എന്താണ് കൂടുതലാണ്, എന്നാൽ ഔട്ട്സോഴ്സിലാണെങ്കിൽ മീഡിയം സാറ്റിസ്ഫാക്ഷൻ ആണ്.
കൊടുത്തേക്കുന്നത്. അപ്പൊ മീഡിയം സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുമ്പോൾ പബ്ലിക് ഡിസ്കണ്ടന്റിന്റെ ചാൻസ് കൂടുതലാണ്. അപ്പം ഇങ്ങനെ ഓരോന്ന് ഇപ്പൊ റെഗുലേറ്ററി ഇഷ്യൂസ് നോക്കുവാണെങ്കിൽ എന്താ അവിടെ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെക്കാനിസത്തിന്റെ നീഡ് ഉണ്ട്. അപ്പം ഇതൊക്കെ അനലൈസ് ചെയ്തിട്ട് വേണം ഈ ഒരു പ്രിൻസിപ്പിൾസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ബേസിൽ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാൻ. ആൻഡ് ഓൾസോ ചോദിച്ചിട്ടുണ്ട് 2 എത്തിക്കൽ കൺസിഡറേഷനും കൂടെ. മീൻസ് ഇപ്പം പബ്ലിക് ഇൻട്രസ്റ്റ് ആൻഡ് ഈക്വിറ്റി അല്ലെങ്കിൽ ഈക്വാലിറ്റി ഇതുപോലുള്ള എത്തിക്കൽ കൺസിഡറേഷൻ, അതായത് എല്ലാ സിറ്റിസൺസിന്റെയും നല്ലതിന് വേണ്ടിയായിരിക്കണം നോക്കുന്നത്. പിന്നെ ട്രാൻസ്പെറൻസി ആയിരിക്കണം, എല്ലാവർക്കും മനസ്സിലാവണം, ഒന്നും ഹൈഡ് ചെയ്ത് വെക്കാതെ മീൻസ് ക്ലിയർ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇവർക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. സോ അങ്ങനെയുള്ള എത്തിക്കൽ കൺസിഡറേഷൻസ് ഒക്കെ ഫോളോ ചെയ്യാം എന്നൊക്കെ നമുക്ക് എഴുതാം. സോ ഇതൊക്കെ ഇത്രയാണ് മെയിൻ ആയിട്ട് വരുന്ന ഒരു മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പറിൽ വരുന്ന 10 ക്വസ്റ്റ്യൻസ്. ഇതിൽ നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും, പിന്നെ ഒന്നുകൂടെ പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ 2 സെഷനിലായിട്ടാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ 2 സെക്ഷനിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത് എഴുതാം. അല്ലാതെ ഫസ്റ്റ് സെക്ഷൻ മാത്രം കൺസിഡർ ചെയ്യുക അങ്ങനെ ഒരിക്കലും പറ്റത്തില്ല. സോ ഏതൊക്കെയാണ് ഏറ്റവും നന്നായിട്ട് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എന്ന് അനലൈസ് ചെയ്ത് നോക്കി ചെയ്യുക. സോ ഇത്രയാണ് ഈ ഒരു പേപ്പറിന്റെ അനാലിസിസ്. താങ്ക് യു ആൻഡ് ഓൾ ദ ബെസ്റ്റ്.